400 വർഷം പഴക്കമുള്ള ഈ ഒരു സെമിത്തേരിയിൽ പോയാൽ ദേഹത്ത് സ്ക്രാച്ച് ആയതായിട്ടും ശരീരത്താരോ കടിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 200-ലധികം ആൾക്കാർക്ക് പരിക്കേറ്റ മോസ്റ്റ് ഹോണ്ടഡ് ആയിട്ടുള്ള ഗ്രേഫയർ കിർക്യാറിന്റെ പുറകെയുള്ള സ്റ്റോറി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 17-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലാൻഡിൽ മതസംഘർഷം ഭയങ്കര രൂക്ഷമായിരുന്നു. പ്രസ്ബിറ്റേറിയൻ കോവനന്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മതവിഭാഗം മതസ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് രാജാവിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. യുദ്ധത്തിൽ രാജാവ് തന്നെ ജയിക്കുകയും ഇവർ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജോർജ് മെക്കൻസി എന്ന് പറയുന്ന വ്യക്തിയുടെ ലീഡർഷിപ്പിൽ 1200-ഓളം കോവനന്റേഴ്സിനെ ബലമായി പിടിച്ചുകൊണ്ടുവരികയും അവരെ തടവിലാക്കുകയും ചെയ്തു. അതും നോർമൽ ആയിട്ടുള്ള ഒരു തടവ് ശിക്ഷയല്ല. ഒരു പൊതുസ്ഥലത്ത് 4 ചുമരുകൾക്കിടയിൽ അവരെ പൂട്ടിയിട്ടു. അവർക്ക് ഭക്ഷണവും വെള്ളവും പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്കോട്ട്ലാൻഡിലെ മഴയത്തും മഞ്ഞിലും കിടന്ന് അവർക്ക് അസുഖങ്ങളും വരാനായിട്ട് തുടങ്ങി. അതുകൂടാതെ അതിലെ കുറച്ചു പേരെയൊക്കെ ഭയങ്കര ടോർച്ചറായിട്ടും കൊല്ലാനായിട്ട് തുടങ്ങി. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അസുഖങ്ങളും വന്ന് അവരുടെ ക്രൂരതയിൽ എല്ലാവരും മരിച്ചു വീഴുകയായിരുന്നു ചെയ്തത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ജോർജ് മരണപ്പെടുകയാണ്. ആൻഡ് അദ്ദേഹത്തെയും ഇവരുടെ പ്രസവത്തിന്റെ അടുത്ത് തന്നെയാണ് മറവ് ചെയ്തത്. ശേഷം പിന്നീട് ഇന്ന് വരെയും അവിടെ ഒരുപാട് പാരനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെമിത്തേരി സന്ദർശിക്കുന്നവരുടെ ബോഡിയിൽ സ്ക്രാച്ചുകളും അവരെ ആരോ കടിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അത്രേ. സന്ദർശിക്കുന്നതിൽ ഒരുപാട് പേര് മയങ്ങി വീഴുകയും ആ സെമിത്തേരിക്ക് അടുത്തുള്ള വീടുകളിലെ വസ്തുക്കൾ താനെ ചലിക്കുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെമിത്തേരിയുടെ ഒരു ഭാഗം ഗവൺമെന്റ് ഇപ്പോൾ ക്ലോസ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു ഡേ ഇവിടെ പോകാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ പോവോ ഇല്ല എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യാം.